ഹായ് ഓൾ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ പേര് വന്ന് കമൻസിൽ ചോദിക്കാറുണ്ട്, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇത്ര സ്പീഡിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ഞാനിത് വ്യാഴാഴ്ച രാത്രി എടുത്ത വീഡിയോ ആണ്. കുറച്ച് ഒരു 9 മണി മുതൽ 11:30 വരെയും പിന്നെ വെള്ളിയാഴ്ച രാവിലെ ഒരു 7:30 വരെയും എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാം. ഞാൻ എങ്ങനെയാണ് പണികളൊക്കെ എളുപ്പത്തിൽ തീർക്കുന്നതും പിന്നെ ഓർഡറും കാര്യങ്ങളും അതിൻ്റെ ഇടയിലുള്ള ക്ലീനിങ്ങും ഒക്കെ എങ്ങനെയാണ് ചെയ്ത് തീർക്കുന്നതെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത്. വെള്ളിയാഴ്ച രാവിലെ 8:30 മണിയാകുമ്പോൾ കൊടുക്കാനുള്ള ഓർഡറാണിത്. അപ്പോൾ ഒരു കണ്ണോക്കിന് വേണ്ടിയിട്ടുള്ള ഓർഡറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രാത്രി 9 മണിക്കാണ് പണി സ്റ്റാർട്ട് ചെയ്തത്. 9 മണിക്ക് തന്നെ ഫസ്റ്റ് കുംസ് ഉണ്ടാക്കിയെടുക്കുന്ന സാധാ മുട്ട കുംസിലെ അത് ഒരു 4 മുട്ട കുംസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 5 മുട്ടൻ്റെ 4 മുട്ട കുംസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 4 കുംസും ചുടുന്നതിൻ്റെ ഇടയിലുള്ള എൻ്റെ പണികളും കാണാം, രാവിലേക്കുള്ള ഒരുക്കങ്ങളും കൂടിയിട്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ 5 മുട്ടൻ്റെ കുംസിന് ആദ്യം ബീറ്റ് ചെയ്ത് റെഡിയാക്കി സെറ്റാക്കിയിട്ട് മെല്ലെ മിക്സ് ആക്കിയിട്ട് അതൊന്ന് ഗ്യാസും അത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് ലോ ഫ്ലെയിം ആക്കിയിട്ട് അവിടെ വേവുന്ന സമയം കൊണ്ട് 10 മുട്ടൻ്റെ കേക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 10 മുട്ട മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് അതിൻ്റെ കൂട്ടും കുഴച്ചവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഒന്നാമത്തെ കുംസ് റെഡിയാകുന്നതിൻ്റെ ഇടയിൽ 10 മുട്ട കേക്കിന് വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ 1.5 കിലോ വെള്ളം മെൽറ്റാക്കാൻ വേണ്ടിയിട്ട് അതും ഗ്യാസിൽ വെച്ചിട്ടുണ്ട്, കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട്. പിന്നെ ഇതാ നമ്മുടെ കുംസ് ഏകദേശം ഒരു 3/4 വേവായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ കിസ്മിസൊക്കെ ഇട്ടുകൊടുത്തിട്ട് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ചെയ്തതാണ്. അങ്ങനെ അത് സെറ്റായിട്ടുണ്ട്. ഇതാ നമ്മൾ കൈയൊഴിച്ച് തൊടുമ്പം തന്നെ എവിടെയും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. പിന്നെ ഇതാ അരു ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു പാത്രം വെച്ച് അതിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മറ്റേ ഭാഗം കൂടി ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട്. ഇതാ നല്ല അടിപൊളി, അതിൻ്റെ പുറം കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് കരിയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ അടിപൊളി ഒന്നാമത്തെ കുംസ് റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് മാറ്റി വെക്കാം. വെള്ളം മെൽറ്റാക്കാൻ വെച്ചിട്ട് ഞാൻ രണ്ടാമത്തെ കുംസിനുള്ള ബാറ്ററും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കുംസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ രണ്ടാമത്തെ കുംസിന് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേ പാത്രത്തിലേക്ക് തന്നെ എണ്ണ തടവിയതിന് ശേഷം വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിം ആക്കിയിട്ട് അതൊന്ന് അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെക്കുക. ഇതാ ഒന്നാമത്തെ കുംസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെള്ളം മെൽറ്റ് ചെയ്യാൻ വെച്ചത് അതും ഏകദേശം ആയിട്ടുണ്ട്. ഫുള്ളും അലിഞ്ഞിട്ടില്ല, ഏകദേശം ആയതേ ഉള്ളൂ. ഇതൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഇതാ അതിൽ കഷ്ണങ്ങളൊക്കെ ഉണ്ട് അത്ര, അത് ഫുള്ളൊന്ന് മെൽറ്റായി വരട്ടെ, അതുവരെ വെയിറ്റ് ആക്കുക. അപ്പോൾ ഇതാ അതൊക്കെ സെറ്റായി വരുന്ന സമയം കൊണ്ട് അടുത്ത പരിപാടി നമുക്ക് നോക്കാം. ഇതാ അതുവരെ നിരന്നിട്ടുള്ള പാത്രങ്ങളൊക്കെ ഇല്ലേ, അതൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ, ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും നേരത്തെ കാലത്തെ ഉറങ്ങാൻ കിടന്നിട്ടുണ്ട്. ഞാൻ മാത്രം അടുക്കളയിൽ നിന്ന് ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ പണികളും ചെയ്ത് തീർക്കുന്നുണ്ട്. അങ്ങനെ ആ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് അവിടെ സൈഡിൽ വെച്ചതിന് ശേഷം ഇതാ കാര്യപ്പത്തിനും കൂടി ഓർഡർ ഉണ്ട്. അപ്പോൾ പച്ചരി ഞാൻ നേരത്തെ കുതിർത്തി വെച്ചിട്ടുണ്ടായിന്, അതൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതാ അതൊന്ന് അരിപ്പയിലേക്ക് അരിച്ചിടുന്നുണ്ട്. കുറേ ടൈം എടുക്കും കേട്ടോ ഞാൻ കഴുകാൻ വേണ്ടിയിട്ട്. കഴുകിയാലും എനിക്ക് റാഹത്താവില്ല. ഒരു 10-15 പ്രാവശ്യം അരി കഴുകിയിട്ടുണ്ടാകും. അപ്പോൾ എവിടെയെങ്കിലും ഒരു കുത്തനെ കാണും, പിന്നെയും കഴുകും. ഇതന്നെയാണ് എൻ്റെ പണി. അങ്ങനത്തെ എല്ലാം വസ്വാസുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ചോറും നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച വെല്ലമൊക്കെ ഇല്ലേ, അതൊക്കെ അതിലേക്ക് ചേർത്തിട്ട് ഒന്നാമത്തെ ട്രിപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ 3-4 പ്രാവശ്യം അരച്ചെടുക്കേണ്ട അരി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം അരച്ചെടുത്തതിന് ശേഷം 4ാമത്തെ പ്രാവശ്യം ഇറക്കാൻ വേണ്ടിയിട്ട് അരി അതിലേക്ക് ഇട്ടതിന് ശേഷം ഇതാ ഞാൻ വീണ്ടും 3ാമത്തെ കുംസിന് വേണ്ടിയിട്ടുള്ള മുട്ട ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ബീറ്റ് ചെയ്തതും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഞാൻ നിൽക്കുന്നതെന്ന് മനസ്സിലായില്ലേ. ഓരോ പണിയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വെറുതെ ഞാൻ നിൽക്കില്ല. കാരണം ആരുമില്ല, ഒറ്റയ്ക്ക് ഉണ്ടാകുമ്പോൾ എനിക്ക് പണിയെടുക്കാൻ നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഇതാ നമ്മുടെ 2ാമത്തെ കുംസും റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിന് ചെറിയൊരു ഇത് പറ്റിയിട്ടുണ്ട് സൈഡ് മറിച്ചിടുമ്പോൾ. സാരമില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇതാ അതിൻ്റെ ഇടയിൽ ഞാൻ വീണ്ടും വന്നിട്ട് ഇതാ കാരപ്പത്തിൻ്റെ ബാക്കി അരച്ചെടുക്കുന്നുണ്ട്. അതിൽ ഏലക്കായും ചെറിയ ജീരകമൊക്കെ ചേർത്തിട്ട് അങ്ങനെ അതൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് ഇതാ നമ്മുടെ കുംസ് വീണ്ടും റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാ 2ാമത്തെ കുംസ് റെഡിയായി. ചെറിയൊരു പ്രശ്നം വന്നിട്ടതിന്, എന്നാലും കുഴപ്പമില്ല. 3ാമത്തെ ബാറ്ററി ഞാൻ അതിലേക്ക് തന്നെ വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൈക്കും ഒന്നും റെസ്റ്റ് ഒന്നുമില്ല കേട്ടോ, ഓരോ പണിയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതാ കാരപ്പത്തിൻ്റെ മാവ് സെറ്റാക്കിയിട്ടില്ല, അരച്ചെടുത്തതേ ഉള്ളൂ. അങ്ങനെ അതിലേക്ക് ബാക്കിയുള്ള വെള്ളമൊക്കെ ചേർത്ത് അതിനാവശ്യത്തിനുള്ള വെള്ളവും എള്ളും ഒക്കെ ചേർത്തിട്ട് അതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്, ഉപ്പൊക്കെ ചേർത്തിട്ട്. അങ്ങനെ അത് അടച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കേക്കിനും
റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. കാരയപ്പത്തിൻ്റെതും റെഡിയാക്കി അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി രാവിലെയാണ് ഇത് രണ്ടും ചുട്ടെടുക്കുകയുള്ളൂ. അപ്പോൾ കുംസ് മാത്രമേ ഇപ്പോൾ രാത്രി ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ കായടിയും കൊടുക്കാനുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഇവിടെയൊക്കെ ക്ലീനിങ്ങിൻ്റെ പാത്രം കഴുകിയുടെ സൈഡിൽ വെച്ചതിലും അതൊക്കെ മാറ്റിയിട്ട് ഇവിടെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. മൂന്നാമത്തെ കുംസ് ആകുന്ന സമയം കൊണ്ട്. അങ്ങനെ ഇതാ മൂന്നാമത്തെ കുംസും ആയിട്ടുണ്ട്. എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുമുണ്ട്. ഇതിപ്പോൾ നാലാമത്തെ കുംസ് ഞാൻ ഒഴിച്ചെടുക്കുകയെന്ന്. ഇനി ബാക്കി ഇതാ ഒരു ഒഴിച്ച പാത്രമൊക്കെ കഴുകാനേ ഉള്ളൂ. ബാക്കിയൊക്കെ സെറ്റായിട്ടുണ്ട്. എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് വൃത്തിയാക്കുന്നതും അതിൻ്റെ ഇടയിൽ കൂടി പണികൾ ചെയ്യുന്നതും. നാലാമത്തെ കുംസിനെ ഒഴിച്ചതിന് ശേഷം ഞാൻ ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് പോയി കുളിക്കാനും ഇതാക്കാനൊക്കെ പോയി. അത് കുളിച്ചിട്ടൊക്കെ വരുമ്പോഴേക്ക് നമ്മുടെ നാലാമത്തെ കുംസും റെഡിയാകും. അപ്പോൾ സമയം എവിടെയും വേസ്റ്റ് ആകുന്നില്ല. എല്ലാം ഇതേപോലെ ചെയ്യുമ്പം നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് എൻ്റെ കുളിയും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വരുമ്പോഴേക്ക് നമ്മുടെ കുംസ് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കുംസും റെഡിയാക്കി എടുത്ത് ഞാൻ 11:30 മണിയാകുമ്പോൾ 9 മണിക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. 11:30 മണിയാകുമ്പോൾക്ക് 4 കുംസും റെഡിയായി. അവിടെയൊക്കെ ക്ലീനിങ്ങായി. എൻ്റെ രാവിലേക്കുള്ള കാരയപ്പത്തിനും പിന്നെ കേക്കിനും വേണ്ടിയിട്ടുള്ളത് കുഴച്ച് വെക്കുകയും ചെയ്ത്. ഇനി ഇതൊക്കെ പൊത്തി വെച്ചിട്ട് ഞാനൊന്ന് പോയിട്ട് ഉറങ്ങട്ടെ. ഇനി രാവിലെ കാണാം. അപ്പോൾ ഇതാ പിറ്റേന്ന് വെള്ളിയാഴ്ച രാവിലെ ഞാൻ എണീറ്റിട്ടുണ്ട്. പിന്നെ കാരയപ്പവും കേക്കൊക്കെ ഉണ്ടാക്കണ്ടേ. 8:30 മണിയാകുമ്പോൾ അവർക്ക് വേണ്ടതാണ്. അപ്പോൾ ഇതാ ഞാൻ രാവിലെ എണീറ്റ് വന്നിട്ട് ലൈറ്റൊക്കെ ഇട്ട് പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അടുക്കളയിലേക്ക് കയറുന്നത്. പിന്നെ ഇതാ എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേഗം പോയി ചുടിയേ വേണ്ടു. ഫസ്റ്റ് തന്നെ എനിക്ക് വിശക്കുന്നുണ്ട്. വിശക്കുന്നതെന്ന് പറഞ്ഞാൽ വാരി വലിച്ച് തിന്നാനൊന്നല്ല, ഒരു ഗ്ലാസ് കട്ടൻ ചായ കിട്ടാനുള്ള വിശപ്പാണ്. ആ കട്ടൻ ചായ കുടിച്ചാൽ തന്നെ എൻ്റെ വിശപ്പ് മാറും. പിന്നെ എന്തോ വയറ്റുന്നൊരു തെരപ്പ് പോലെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചിട്ട് തന്നെ തുടങ്ങാമെന്ന്. അങ്ങനെ ഇതാ ഒരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടാക്കി കുടിച്ചതിന് ശേഷം പുറത്ത് പോയി അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട്. രാവിലെ തന്നെ പേടിയാവുന്നുണ്ട്. ആരുമില്ല, ഞാൻ മാത്രമേ എണീച്ചിട്ട് വന്നിട്ടുള്ളൂ പുറത്തേക്ക്. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് പുറത്ത് കഴിഞ്ഞ് അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട്. പിന്നെ നായ്ക്കളെ ശല്യമൊക്കെ അല്ലേ, അപ്പോൾ എന്തോ ഒരു പൊടി. അങ്ങനെ പേടിച്ചിട്ടൊന്നും കാര്യമില്ല. പിന്നെ പണിയെടുക്കണ്ടേ. പിന്നെ ഇതാ ഞാൻ അടുപ്പ് നെയ്യൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മുടെ കാരയപ്പത്തിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. നല്ല ഉഷാറായിട്ട് കാരയപ്പം കിട്ടിയിട്ടുമുണ്ട്. അങ്ങനെ ഓരോ സ്റ്റെപ്പും ഞാൻ ചുട്ടെടുക്കുകയായിരുന്നു. പിന്നെ കാരയപ്പം ചുട്ട് കഴിയാനാവുമ്പം തന്നെ നല്ല മഴക്കാറ് പിടിച്ചിട്ട് അടിപൊളിയായിട്ട് മഴ പെയ്തിട്ടുണ്ട്. ഇപ്പോൾ മഴ പെയ്യുമ്പോൾ കാറ്റ് എന്ന് പറഞ്ഞാൽ കാറ്റിനെ ആ കാറ്റത്ത് ഇങ്ങനെ എണ്ണയിലേക്ക് വെള്ളമൊക്കെ തെറിക്കുന്ന ഒരുവിധം എങ്ങനെയല്ലോ ചുട്ടെടുത്തിട്ടുണ്ട്. 2 പേർക്കുള്ള ഓർഡറായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ നാട്ടിലൊക്കെ കണ്ണോക്കിന് ഇതുപോലത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കൊടുക്കാറ്. വീഡിയോ കാണുന്ന ഓരോരുത്തരെയും നാട്ടിൽ എങ്ങനെയൊക്കെയാണ് കണ്ണോക്കിന് ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നതും കൊടുക്കുന്നതെന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾക്കും അറിയാലോ ഓരോ നാട്ടിലെ കൾച്ചറൊക്കെ എങ്ങനെയാണെന്ന്. അപ്പോൾ എല്ലാവരും അപ്പുറം ഇപ്പുറം ഷെയർ ചെയ്യുമ്പോൾ തന്നെയല്ലേ ഇപ്പോൾ ഓരോ കാര്യങ്ങളും അറിയുന്നത്. അങ്ങനെ ഞാൻ കാരയപ്പം ചുടുന്ന ടൈമിൽ അനിയത്തി എണീറ്റ് വന്നിട്ടുണ്ട്. അവൾ ഉള്ളിന്ന് കായടൊക്കെ ഫ്രൈ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അനിയത്തിൻ്റെ കൈമിലേക്ക് മാറിയിട്ടുണ്ട്. അവൾ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് പിന്നെ എനിക്ക് റെസ്റ്റായി. പിന്നെ ഞാനിങ്ങനെ ഓരോന്നും നിരത്തി വെച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ കേക്കും റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് തൂക്കി റെഡിയാക്കി പാക്കിംഗ് ആക്കി കൊടുക്കണം. 2 ആൾക്കുള്ളതായതുകൊണ്ട് 2 പാക്കിംഗ് ആക്കണം. പിന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ളത് തന്നെയാണ്, പക്ഷേങ്കിൽ 2 ആൾ വാങ്ങുന്നതാണ്. 2 പാക്കാക്കി കൊടുക്കണം. അങ്ങനെ 2 ബോക്സ് എടുത്തിട്ട് ഞാൻ 2 ആൾക്കും പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 ആളെ റേറ്റും ഞാൻ പുറത്ത് മാറുന്നുണ്ട്, എഴുതി ഒട്ടിച്ചിട്ടുമുണ്ട്. അപ്പോൾ പിന്നെ കൊണ്ടു കൊടുക്കുന്ന ആൾക്ക് മാറൂലല്ലോ. പിന്നെ നമ്മൾ കൊണ്ടു കൊടുക്കുന്ന ഇതൊന്നും ആവശ്യമില്ല. പിന്നെ ഇതാ നല്ല മഴയെന്ന് പറഞ്ഞാൽ അടിപൊളി മഴയത്ത് നമുക്ക് ഡെലിവറി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും ഞങ്ങൾ എത്തിച്ചു കൊടുക്കും. പിന്നെ ഇതാ അതിന് നല്ലൊരു കവർ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലാണ് പെട്ടിയൊക്കെ വെച്ചത്. പിന്നെ അതൊക്കെ അടിപൊളിയായിട്ട് ഭദ്രമായിട്ട് തന്നെ നമ്മൾ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തയച്ചു മോൻ്റെ കയ്യിൽ. പിന്നെ മഴ പോകുന്നവരെ കാത്തുന്നാൽ ശരിയാകില്ലല്ലോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വ്യാഴാഴ്ചത്തെയും വെള്ളിയാഴ്ചത്തെയും കൂടിയുള്ള വിശേഷങ്ങൾ. അപ്പോൾ പുതിയ റെസിപ്പികളും പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.